നന്തങ്കോട് കൂട്ടക്കൊലക്കേസിൻ്റെ വിധി, ആ സംഭവം നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചതാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഞെട്ടിയൊരു സംഭവമാണ്. 2017 ഏപ്രിൽ 5-ാം തീയതിയാണ് ആ സംഭവം ഉണ്ടായത്. സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധു ലളിതയും കൊലപ്പെടുത്തിയ കേസാണത്. കൊലപ്പെടുത്തിയ മാത്രമല്ല, അവരെ ചുട്ടരിച്ചു കളഞ്ഞു. ഈ സംഭവം കേരളത്തിലെ പല വീടുകളിൽ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇയാൾ ഒരു മാനസിക രോഗിയാണ് എന്നാണ് പറയുന്നതെങ്കിലും ഇയാൾ കമ്പ്യൂട്ടറിൽ സ്ഥിരമായി അസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ആഭിചാരക്രിയയിൽ ആകർഷനായി അങ്ങനെയാണ് കൊലപാതകത്തിലേക്ക് ഇയാൾ വന്നതെന്ന് കരുതുന്നു. ഇത് കേരളത്തിൽ ഈ രീതിയിലുള്ള ചിന്തയും ഈ രീതിയിലുള്ള അസ്ട്രൽ പ്രൊജക്ഷനുമായിട്ട് നടക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. അഫാൻ്റെ കേസ് ഞാൻ അങ്ങനെ സംശയിച്ചതാണ്. അതിലേക്ക് ഇതുവരെ പോലീസ് വന്നിട്ടില്ല. അങ്ങോട്ട് വീട്ടിലുള്ള സ്വന്തം അപ്പനെ അമ്മയും സഹോദരിയെയും ആ വീട്ടിലെ ആൻറ്റി ലളിതയും കൊലപ്പെടുത്തിയ കേസാണിത്. ഏപ്രിൽ 5, 2017 ഇയാൾ 2-ാം നിലയിൽ ആദ്യം അമ്മയെ വിളിച്ചു വരുത്തി. അമ്മ ഡോക്ടർ ജീൻ പത്മ, ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു അവർ. പലർക്കും അവരെ അറിയാം. അമ്മയെ 2-ാം നിലയിൽ വരുത്തി കൊന്നു. അതിനുശേഷം അപ്പനെ വിളിച്ചു വരുത്തി 2-ാം നിലയിലേക്ക്. അയാൾ റിട്ടയർ ചെയ്ത പ്രൊഫസർ രാജ തങ്കമാണ്. അമ്മ ജീൻ പത്മ. അയാളെ കൊന്ന ശേഷം സഹോദരിയെ താഴത്തെ നിലയിൽ നിന്ന് 2-ാം നിലയിൽ വരുത്തി. 2-ാം നിലയിൽ ആർക്കും പ്രവേശനം, ഇയാൾ തന്നെയാണ് 2-ാം നിലയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്നത്. 24 മണിക്കൂറും ടി വിയിലും അല്ലെങ്കിൽ മൊബൈലിലും രമിച്ചുകൊണ്ടിരുന്ന ആളാണ്. മകൾ കരോളിൻ ഒരു ഡോക്ടറാണ്. അവരെയും വിളിച്ചു വരുത്തി, അവരെയും കൊന്നു. അതിനുശേഷം ഭക്ഷണ കാര്യത്തിലൊക്കെ വന്ന് സംശയം വന്നു കഴിഞ്ഞപ്പം അവരുടെ ബന്ധു ലളിതയും, അവരാണ് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നത്, അവരെ 2-ാം നിലയിൽ വലിച്ച് അവരെയും കൊന്നു. 4 പേരെയും 2-ാം നിലയിൽ വെച്ച് അയാൾ കൊലപ്പെടുത്തി. അതിനുശേഷം ഇയാൾ പെട്രോൾ ഒഴിച്ച് അവരെ കത്തിച്ചു. കൊലപ്പെടുത്തിയ ശേഷം അത് തുണ്ടം തുണ്ടമാക്കിയിട്ടുണ്ടാവണം. അതിനുശേഷം പെട്രോൾ ഒഴിച്ച് ഇയാൾ കത്തിക്കുകയാണ്. 5-ാം തീയതി ആണ് കൊലപാതകം നടന്നെങ്കിലും 8-ാം തീയതി വെളുപ്പിനെ അടുത്തുള്ളവർക്ക് ഈ വീട്ടിൽ നിന്ന് 2-ാം നിലയിൽ നിന്ന് പുക വരുന്നത് കണ്ടു. അവരെല്ലാം ഓടിക്കൂടി. അവർ പോലീസിനെ ഫയർഫോഴ്സിനെ വരുത്തി. 2-ാം നിലയിൽ തീ ആളിക്കത്തുകയാണ്. ഫയർഫോഴ്സത്തെ തീ കെടുത്തിയ ശേഷമാണ് കാണുന്നത് 4 പേര് അവിടെ കത്തിക്കരിഞ്ഞ് കിടക്കുന്നു. ഇത് വലിയ സംശയമായി. അപ്പോൾ ആ സമയത്ത് അവരുടെ മകൻ കേതൽ ചിൻസൻ രാജ എന്ന പ്രതി, അയാളെ കാണാനില്ല. അയാൾ ആ സമയത്ത് അവിടുന്ന് പെട്ടെന്ന് ഓടി തമ്പാനൂർ വരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ തിരിച്ചു വന്നു. നാട്ടുകാരും പോലീസും കൂടെ പിടിച്ചു. എന്തിനാണ് ഇയാൾ ഈ കൊലപാതകം നടത്തിയത്? അസ്ട്രൽ പ്രൊജക്ഷനും അങ്ങനെയൊക്കെ മാനസിക വൈക്ലഭ്യം അല്ലെങ്കിൽ മാനസിക വൈരൂപ്യം അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദം കൊണ്ടാണ് ഇയാൾ ഇത് ചെയ്തതെന്നുള്ള രീതിയിലാണ് അയാൾ പ്രതികരിച്ചത്. അയാൾ അന്ന് മുതൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അയാളെ പാർപ്പിച്ചിരിക്കുന്നു. ഒറ്റയ്ക്കൊരു മുറിയിലാണ്. മാനസിക പ്രയാസങ്ങളുണ്ട് എന്നാണ് കരുതിയതെങ്കിലും കേസിൻ്റെ സ്വഭാവം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരു മാനസിക പ്രശ്നവും ഇല്ല എന്നാണ് പോലീസും അതിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യനും വാദിക്കുന്നത്. ഈ കേസിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ ദിലീപ് സത്യനെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഇയാൾ മാനസികമായ അസ്വസ്ഥത കൊണ്ട് ചെയ്തതാണ്, അല്ലെ അസ്ട്രൽ പ്രൊജക്ഷനിൽ ആകർഷണമായി ചെയ്തു പോയതാണ് എന്ന വാദതയ്ക്ക് പ്രസക്തിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ കൊല്ലാൻ ഉപയോഗിച്ച മഴു, അത് ഇയാൾ ഓൺലൈനിൽ വരുത്തിയതാണ്. മഴു കൊള്ളാവുന്നത് വെട്ടിക്കൊല്ലാൻ സൗകര്യത്തിനുള്ള നല്ല മഴു നോക്കി ഇയാൾ ഓൺലൈനിൽ വരുത്തി. അപ്പം മാനസിക ആശ്വാസം അയക്കില്ല. കൃത്യമായി കൊല്ലാനുള്ള പ്ലാനാണ്, മോട്ടീവ് കൃത്യമാണ്. അതുപോലെ തന്നെ ഇയാൾ വേറെ പെട്രോൾ പോയി വാങ്ങിച്ചു വെച്ചു. അവരെ കൊന്നിട്ട് കത്തിക്കാൻ തന്നെ, അതിനായി ഇൻറ്റൻഷൻ ക്ലിയറാണ്. ഇത് കുറച്ച് പോളിത്തീൻ കവർ അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വ്യക്തതയില്ല. എങ്കിലും കഷ്ണമായിട്ട് കഴിച്ച് ഇതിനകത്ത് പോളിത്തീൻ കവറിലാക്കി വെളിയിൽ കൊണ്ട് കളയാനായിരുന്നിരിക്കാം. പോളിത്തീൻ കവർ അവിടെ ഉണ്ട്. തറ കഴുകാനുള്ള ലായനി, കാരണം ഇത് സുരക്ഷിതമായിട്ട് ഇവരെ എല്ലാം കൊന്ന് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് അവിടെ ജീവിക്കണം. അപ്പോൾ ബ്ലഡ് എല്ലാം ഉണ്ടാവും. തറയെല്ലാം കഴുകി മിനുക്കി ഒന്നും അറിയാത്ത പോലെ ജീവിക്കാനാണ് ഇയാൾ ഉദ്ദേശിച്ചത്. ഇയാളെ സ്ഥിരമായിട്ട് പിതാവ് വഴക്ക് പറയുമായിരുന്നു. കാരണം ഇയാളുടെ ജീവിതത്തിൽ എങ്ങും എത്തിയില്ല എന്നുള്ള ഇതുകൊണ്ടായിരിക്കും. അപ്പന് പ്രൊഫസറാണ്, റിട്ടയർഡ് പ്രൊഫസറാണ്. ഇവൻ്റെ അമ്മ ഡോക്ടർ ജീൻ പൽപ്പൻ ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. മകളും പഠിച്ച് എന്തായാലും ആ കുട്ടി ഒരു ഡോക്ടറായി.
ഇവർ ഈ സ്ഥലവും വീടും എല്ലാം വിറ്റിട്ട് ഇവർ ഓസ്ട്രേലിയയിലേക്ക് ചേക്കേറാൻ തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. അപ്പം സ്വത്ത് തർക്കത്തിൻ്റെ പ്രശ്നം വന്നു. സ്വത്ത് തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വസ്തുക്കളെല്ലാം വിറ്റിട്ട് അവർക്ക് പോകാൻ ഇവനുള്ളത് കൊടുക്കാനും ഉദ്ദേശിച്ചായിരിക്കാം എന്തോ. ഇവന് ഒരു ജോലിയും ചെയ്യത്തില്ല, ഒരു വരുമാനവും ഉണ്ടാക്കത്തില്ല, ചെലവ് ചെയ്ത് നടക്കുന്ന ഒരു പയ്യനായിട്ടാണ് അവർ കാണുന്നത്. അതിനാണ് പിതാവ് ഇവനെ കൂടെ വഴക്ക് പറയുന്നത്. അത് സഹികെട്ടിട്ടാണ് ഇവരെ കൊല്ലാനായിട്ടുള്ളൊരു മോട്ടീവ് അയാൾക്ക് വന്നത് എന്ന് പ്രോസിക്യൂഷൻ കോടതി തെളിയിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്രയും സാധനങ്ങളൊക്കെ വരുത്താനും അത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഇയാൾക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസമില്ല. അയാൾക്ക് കൃത്യം മോട്ടീവ് ഉണ്ട്, കൊല്ലണമെന്നുണ്ട്, എവിഡൻസ് നശിപ്പിക്കണമെന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇയാൾക്ക് അറിയാം. അത് തന്നെയല്ല, ഇയാൾ ഈ വസ്തുക്കൾ ചില തർക്കങ്ങളും ഇവന് ഉദ്ദേശിച്ച രീതിയിലുള്ള സ്ഥലം കിട്ടിയില്ല എന്നൊക്കെ വന്നപ്പം ഒരു വക്കീലുമായിട്ട് പോയി കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇവന് യാതൊരുവിധ അപസ്മാര ശല്യങ്ങളില്ല, അല്ലെങ്കിൽ അസ്ട്രൽ പ്രൊജക്ഷൻ്റെ പ്രശ്നമില്ല, ഇയാളുടെ ബുദ്ധിക്കൊന്നും ഒരു പ്രശ്നമില്ല. നിയമപരമായ കാര്യങ്ങൾക്ക് അയാൾ നീങ്ങി വക്കീലിനെ കണ്ടിട്ടുണ്ട്. അതൊക്കെ കോടതിയിൽ എവിഡൻസ് ആയിട്ട് വരും ഇപ്പം. അപ്പോൾ ഇയാളൊരു സാധാരണ മനുഷ്യനാണ്. ഇയാൾക്കൊരു മോട്ടീവ് കൃത്യമായിട്ടുണ്ട്. അപ്പനെ അമ്മയും കൊല്ലുക എന്ന് തന്നെ തീരുമാനിച്ചു. അവർ രാജ്യം വിട്ടു പോവുകയാണ്. അതിനു മുമ്പ് അവരെ കൊന്ന് തെളിവ് നശിപ്പിക്കുക. ഇവന് ഈ പിതാവിനും അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കും കുറേ സ്ഥലങ്ങൾ ട്രിവാൻഡ്രം റൂറലിലുണ്ട്. അതൊക്കെ വിൽക്കാനൊക്കെ ഉള്ള ഇടപാട് ചെയ്തിരുന്നു. പൊതുവേ ആ വീട്ടിലെ അന്തരീക്ഷം കുടുംബ വഴക്കുണ്ട്. അപ്പനും അമ്മയും ഇവനെ സ്ഥിരം വഴക്കാണ്. അതുപോലെ സഹോദരി രക്ഷപ്പെട്ടു, അവൾ ഡോക്ടറായി എന്നൊക്കെ ഒരു ചിന്ത. ഇവൻ എങ്ങും ജീവിതത്തിൽ എങ്ങും എത്തിയില്ല, ഇവന് തല്ലിപ്പുള്ളിയായിട്ട് നടക്കുകയാണ് എന്നുള്ള രീതിയിലാണ് പ്രൊഫസറായ പിതാവ് മകനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു വൈരാഗ്യ കാരണമായിട്ട് തന്നെ അവൻ കരുതി. ഇവരെ 4 പേര് ഒന്നിച്ചു നിന്ന് ഇവനെതിരായിട്ട് നീങ്ങുന്നു, ഇവനെ തഴഞ്ഞിട്ട് അവർ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും എന്ന് കൃത്യമായി വന്നതുകൊണ്ട് ആണ് ആ കൊലപാതകം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കരുതുന്നത്. ഈ കേസിൻ്റെ നടത്തിപ്പ് മുതൽ പല സന്ദർഭത്തിലും ഇയാൾ മാനസികമായ വെപ്രാളം കാണിച്ചിട്ട് വീണ്ടും ചികിത്സയും അഡ്മിഷനൊക്കെ കാണിച്ചിരിക്കുന്നത്. ആ കാണിച്ച ഇവരെ ട്രീറ്റ് ചെയ്ത ഡോക്ടർമാർ പറയും ഇവന് കാര്യമായ അസുഖങ്ങളൊന്നുമില്ല, ഇവൻ സോബർ മൂഡിൽ തന്നെയാണ്, ഇവനൊരു അപസ്മാരവും ഇല്ല, ഇവനൊരു ശല്യവും ഇല്ല, ഇവനൊരു മെൻ്റൽ സ്ട്രെസ്സും ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതൊരു കൃത്യമായ മർഡറും മോട്ടീവോട് കൂടി മർഡറാണ് എന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയത്. അതുകൊണ്ട് ഇയാളുടെ ട്രയൽ നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നുള്ള രീതിയിൽ ഡോക്ടർമാർ ഇയാളെ പരിശോധിച്ച ശേഷം മാനസിക പ്രശ്നമില്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ കേസിൻ്റെ അന്വേഷണം കൃത്യമായി നടത്തി കുറ്റച്ചാർജ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. സെഷൻസ് കോടതിയിൽ ഈ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ട്രയൽ കഴിഞ്ഞു. പോലീസ് ആരോപിച്ചിരിക്കുന്ന കുറ്റം സംശയലേശമന്യെ തെളിഞ്ഞിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം. ഇയാൾക്ക് യാതൊരു മാനസിക പ്രശ്നങ്ങളും ഇല്ല. അതുകൊണ്ട് ഇയാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെ കൊടുക്കണമെന്നായിരിക്കും പ്രോസിക്യൂഷൻ്റെ വാദം. ഇയാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിലേക്ക് ആയിരിക്കും പോകുന്നത്, തൂക്കാൻ വിധിക്കും. കാരണം 4 പേരെ കൊന്നതാണ്. സ്വന്തം അപ്പനും അമ്മയും സഹോദരിയും ബന്ധുവായ ലളിതയും കൊന്നതാണ്. അതുകൊണ്ട് അതിനൊരു എക്സ്ക്യൂസും കോടതി കൊടുക്കില്ല. കൃത്യമായ കുറ്റക്കാരനാണ്, ഇയാൾക്കൊരു സ്വബോധത്തോട് ചെയ്തതാണ്. അതുകൊണ്ട് ഇയാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാനാണ് ന്യായം, അതിനാണ് സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നു.